പ്രണയസാഫല്യം എപ്പിസോഡ് 53. രചന വനശലഭം. അവതരണം ലിൻസി. സാലിമോടെ രാശിയും നക്ഷത്രവും നിൻ്റേതുമായി ഒത്തുനോക്കിയപ്പോൾ 10-8 പൊരുത്തം കൃത്യമായിരുന്നുവെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ബന്ധം ദീർഘകാലം നിലനിൽക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമാകുന്ന ഒന്നും കണ്ടില്ല. പിന്നെ നിങ്ങൾ ഒന്നിച്ചാ ആ ദാമ്പത്യം ഒരുപാട് നാളത്തെ ശാന്തിയും സുഖവുമായിരിക്കുമെന്ന് പറഞ്ഞു. അനുരാധ പറഞ്ഞു നിർത്തിയപ്പോൾ അനിരുദ്ധനിൽ നിന്നും ഒരു നെടുവീർ പടർന്നു വീണു. എൻ്റെ അമ്മക്കിളി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതെന്താ? നിങ്ങൾ തമ്മിൽ ഏതാണ്ട് മുൻജന്മ ബന്ധം വരെ കാണുന്നുണ്ട് പോലും. അനിരുദ്ധൻ പൊട്ടിച്ചിരിച്ചു. ചിരി അടക്കിക്കൊണ്ടവൻ ചോദിച്ചു, എല്ലാം കൂടി എത്ര പറ്റി? ഇത്രയും പൊക്കി പറഞ്ഞതിന് നല്ലൊരു ദക്ഷിണ കൊടുക്കണമല്ലോ. അതൊക്കെ ഞാൻ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. നിശ്ചയത്തിന് ദിവസം നോക്കിയോ? അത് പറഞ്ഞപ്പോഴാ. കല്യാണം 6 മാസത്തിനകത്ത് നടത്തിയാൽ നല്ലതാ. അല്ലെങ്കിൽ 2 കൊല്ലം കഴിയണം. പിന്നെ നിന്റെ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വരുന്ന വെള്ളിയാഴ്ച മോതിരം മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ജോത്സ്യരോട് ഒരു ബഹുമാനം തോന്നുന്നത് ഇപ്പോഴാ. അനിരുദ്ധൻ ചിരിയോടെ എഴുന്നേറ്റു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാം. എന്നിട്ട് അവരോട് കാര്യം പറയാം. അവർക്ക് സമ്മതമാണെങ്കിൽ 6 മാസത്തിനകത്ത് നടത്താം. എന്തിനാ നീട്ടുന്നത്? അനുരാധ അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അനിരുദ്ധൻ ഏതൊക്കെയോ ഓർമ്മകളിൽ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ശ്രുതി മധുരമായി പാടി, ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണിലാവേ. കൈകൾ വീശി അകത്തേക്ക് കടന്നവൻ കട്ടിലിൽ മലർന്നു കിടന്നു. ഫോൺ എടുത്ത് സാലിമയുടെ കോണ്ടാക്റ്റ് എടുത്ത് കോൾ വിട്ടു. ഒന്ന് കാണണമല്ലോ പെൺകുടി. സാലിമയുടെ സ്വരം വന്നതും അവൻ പറഞ്ഞു, എന്തിനാ? അവളുടെ കുസൃതി കലർന്ന സ്വരം. ഒന്ന് കാണാൻ, തൊടാൻ, കെട്ടിപ്പിടിക്കാൻ, ഉമ്മ വെക്കാൻ. അങ്ങനെ ഇപ്പോൾ കാണണ്ട. വൈകിട്ട് ഞാൻ ആ ഇടവഴിയിൽ കാത്തു നിൽക്കും. വന്നേക്കണം. ഞാൻ വരത്തില്ല. 5 മണി. വേണ്ട ഇങ്ങേട്ടാ, ഞാൻ വരില്ല. അപ്പോൾ മറക്കണ്ട, ഇടവഴി 5 മണി. അനിരുദ്ധൻ ഫോൺ കട്ടിലിലേക്കിട്ട് ബാക്കി പാട്ടിൻ്റെ വരികൾ മൂളി. എന്നിട്ട് അമീന ഉദ്യോഗത്തോടെ ചോദിച്ചു. കുറേ നേരം ഒരു സ്തംഭനാവസ്ഥയായിരുന്നു. പിന്നെ അനിയേട്ടൻ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും ബോധമുണ്ടായത്. അല്ല, അനി ആ സമയം എങ്ങനെ അവിടെ എത്തി? അറിയത്തില്ല. ചിലപ്പോൾ മൂത്താപ്പ വന്നെന്ന് സൈമു വന്ന് പറഞ്ഞത് കേട്ടിട്ട് വന്നതാവും. നീ ഇത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഇതിപ്പോൾ വന്നു പെട്ടും പോയി. അങ്ങോട്ട് ഇറങ്ങാനും നിവൃത്തിയില്ല. ഏത് സമയത്ത് സിറ്റൗട്ടിൽ പറാവ് കിടപ്പുണ്ട്. അമീന ഈർഷ്യയോടെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ, നിൻ്റെ വാപ്പയല്ലേ. ഞാനങ്ങ് വെറുത്തുപോയി മോളെ. അത്രയ്ക്കല്ലേ എന്നെ അന്ന് തല്ലി ചതച്ചത്, ഒരു പട്ടിയെ പോലെ. അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായി. മനസ്സിനേറ്റ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ. തല്ലിയത് പോട്ടെ, എന്തൊക്കെ വൃത്തികേടുകളാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ അങ്ങനെ മോളാണെന്ന് പോലും ഓർത്തില്ല. കള ആമിത്ത. ചിലപ്പോൾ അത്രയൊക്കെ വേദനിച്ചുകൊണ്ടാവും പഠിച്ചവൻ നിനക്ക് ബഷീക്കായി തന്നത്. ബഷിയുടെ പേര് കേട്ടതും അമീനയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഉമ്മാക്ക് വലിയ സങ്കടം. കരയുവാ പാവം. ഇവിടെ ഉമ്മയും മുത്താപ്പ പിണങ്ങിപ്പോയതിൽ വലിയ സങ്കടത്തില്ല. അതൊന്നും കാര്യമാക്കണ്ട. ആക്കിയാൽ നിനക്ക് സമാധാനമുണ്ടാവില്ല. കള. അമീന പറഞ്ഞു. അതെ, ഞാൻ വയ്ക്കുവാണേ. ലൈബ്രറിയിൽ പോകണം. ലൈബ്രറിയിൽ തന്നെ ആണോ പോണത്? അമീന കുസൃതിയോട് ചോദിച്ചു. പിന്നെ അല്ലാതെ. ശരിയെന്നാ, അനിരുദ്ധനെ കാണുമ്പോൾ അന്വേഷണം പറയണേ. അമീന കുറുമ്പോടെ പറഞ്ഞു. ഒന്ന് ചുമ്മാ ഇരി. ഞാൻ ശരിക്കും ലൈബ്രറിയിലാണ് പോണേ. വിശ്വാസമില്ലെങ്കിൽ കൂടെ പോരെ. നമ്മളില്ലേ സ്വർഗത്തിലെ കട്ടുറുമ്പാവൻ. അവൾ കുലുങ്ങിച്ചിരിച്ചു. കള്ളത്തരം ചെയ്യുന്ന കുട്ടിയെപ്പോലെ സാലിമ ഇടവഴിയിലേക്ക് കാലെടുത്തു വെച്ചു. ഇതിലെ പോയാൽ പഴയൊരു കാവാണ്. 10-12 വർഷം മുമ്പ് വരെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇടവഴിയുടെ ഓരത്തെ കൽമതിലിൽ കയറിയിരുന്നുകൊണ്ട് സാലിമ 5-6 വട്ടം ശ്വാസം ആഞ്ഞു വലിച്ചു. അവൾക്ക് പേടി തോന്നി. ലൈബ്രറിയിലേക്ക് എന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. ആരെങ്കിലും കണ്ടാൽ, അറിഞ്ഞാൽ. ആരെയാണ് സ്വപ്നം കാണുന്നത്? അനിരുദ്ധൻ അവളുടെ ഇടവശത്തുമായി കൈകുത്തി നിന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ഇനി വിളിക്കരുത് കേട്ടോ. ഞാൻ വരില്ല, സാലിമ പറഞ്ഞു. അനിരുദ്ധൻ അവളെ എടുത്ത് താഴെ ഇറക്കി. പിന്നെ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. എങ്ങോട്ടാ പോണേ? കാവിലോട്ട്. വേണ്ട കേട്ടോ, ഇഴജന്തുക്കളുണ്ടാവും. ഇങ്ങോട്ട് വാ പെണ്ണേ. അനിരുദ്ധൻ അവളുമായി ഒരു തോടിൻ്റെ കരയിലിരുന്നു. പിന്നെ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവൾ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ എന്ത് പറഞ്ഞാ ചാടിയേ? ലൈബ്രറിയിൽ പോകണമെന്ന് പറഞ്ഞു. ഇന്നലെ പിന്നെ പുള്ളിക്കാരൻ വന്നു പോയിട്ട് സംസാരം വല്ലതും ഉണ്ടായോ? ഇല്ല. അനിയേട്ടൻ എങ്ങനെ ആ സമയത്ത് അങ്ങോട്ട് വന്നത്? സൈമ ഫോണിൽ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സമാധാനമുണ്ടായില്ല. എന്താണെന്നറിയണമല്ലോ എന്ന് കരുതി ഓടി വന്നതാ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു. മൂത്താപ്പയ്ക്ക് ദേഷ്യം വന്നാൽ സമനില തെറ്റും. ബെൽറ്റ് വെച്ചൊക്കെ അടിച്ചു കളയും. വിഷ്ണു പറഞ്ഞ് കുറച്ചൊക്കെ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഓടി വന്നത്. എൻ്റെ വാപ്പ ഉള്ളപ്പോൾ എന്നെ ആരും തല്ലില്ല. ഓ അറിയാം. അനിരുദ്ധൻ ധാവണിത്തുമ്പ് വകഞ്ഞു മാറ്റി. അവളുടെ നഗ്നമായ വയറിൽ മുഖമുരസി. സാൽമ പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി. അയ്യടാ കൊള്ളാലോ. ഇതിനാണോ ധാവണി എടുക്കാൻ പറഞ്ഞത്? പിന്നല്ലാതെ. അനിരുദ്ധൻ്റെ മുഖം വീണ്ടും വയറിലമർന്നു. അനിയേട്ടാ വേണ്ട. അവൾ അവൻ്റെ മുഖം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എടി, എൻ്റെ അമ്മ ഇന്ന് ജോത്സ്യരെ കാണാൻ പോയിരുന്നു. അങ്ങേരെന്താ പറഞ്ഞതെന്ന് അറിയണോ?
അനിരുദ്ധൻ മടിയിൽ കിടന്നുകൊണ്ട് അവളെ നോക്കി. എന്താ പറഞ്ഞേ? അങ്ങനെ ചുമ്മാ പറയാൻ പറ്റത്തില്ല. അനിരുദ്ധൻ അവളുടെ വയറിൽ ചുംബിച്ചു. ഇയാൾ പറയണ്ട, ഞാൻ രാധമ്മയോട് ചോദിച്ചോളാം. കയ്യിലിരിപ്പ് ശരിയല്ല, മാറങ്ങോട്ട്. അവൾ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അനിരുദ്ധൻ അല്പം ബലമായി അവളെ ചുറ്റിപ്പിടിച്ചു. പിന്നെ അവളുടെ ആലില വയറിൽ മൃദുവായി ഒന്ന് കടിച്ചു. ചുമ്മാ ഇരിക്കും, ഇതെന്ത് കളിയാ? സ്നേഹം കൂടിയിട്ടാ. കടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിനക്കറിയോ, നമ്മൾ തമ്മിൽ മുൻജന്മ ബന്ധമുണ്ടായിരുന്നു പോലും. അതല്ലേ ഞാൻ ഓർക്കുന്നേ. എന്തോരം സുന്ദരി പെൺപിള്ളാരെൻ്റെ പിന്നാലെ നടന്നതാ. എന്നിട്ട് ഞാനെങ്ങനെ ഈ കുഴിയിൽ വന്ന് ചാടിയെന്നേ. പോടാ. അവൾ അവനെ ഊക്കോടെ ഒന്ന് തള്ളി. അത് പ്രതീക്ഷിച്ചായതുകൊണ്ട് അനിരുദ്ധൻ ബാലൻസ് ചെയ്ത് നിന്നു. നിനക്ക് എന്നെ ഒരു ബഹുമാനമില്ലല്ലേ? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അനിരുദ്ധൻ മീശ പിരിച്ചു. അതിനി 2 കൊല്ലം കഴിയണ്ടേ? അവൾ എഴുന്നേറ്റു. വേണ്ടല്ലോ, 6 മാസം മതി. 6 മാസമോ? സാലിമ അമ്പരന്നു. ആലില കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമര താലിയിൽ തടവിലാക്കും, അനിരുദ്ധൻ പാടി. ഞാൻ പോവാ. സാലിമ അവനെ കടന്നു പോകാനൊരുങ്ങി. അനിരുദ്ധൻ പൊടുന്നനെ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവളുടെ കവിളിൽ ചൂണ്ടുവിരൽ എഴിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, വരുന്ന വെള്ളിയാഴ്ച നിന്റെ കയ്യിൽ ഞാനൊരു മോതിരമിടും. പിന്നെ 6 മാസത്തിനകത്ത് വെച്ച് കല്യാണം. അത് കഴിഞ്ഞാൽ ഞാൻ ഈ പെണ്ണിനെയും കൊത്തിയെടുത്ത് പറന്നു പോകും. അനിരുദ്ധൻ അവളെ അരയിലൂടെ പൊക്കിയെടുത്ത് വട്ടം കറക്കി. പിന്നെ താഴെ നിർത്തി. തൻ്റെ ഉടലിലൂടെ ഉരസിയിറങ്ങുന്ന അവളുടെ മൃദുമേനിയുടെ ചൂട് അവനിൽ അനുഭൂതി ഉണർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പോട്ടെ? സാലിമ ചോദിച്ചു. പൊക്കോ, അവൻ പറഞ്ഞു. ഞാൻ ഇനി വരത്തില്ലാട്ടോ. ഇനി നമുക്ക് ചെന്നൈയിൽ കാണാം. ഞാൻ വരില്ല. ഞാൻ പൊക്കിയെടുത്തോണ്ട് വരും. സാലിമ അവൻ്റെ കണ്ണുകളിൽ നോക്കി. തനിക്കായി മാത്രം വിടരുന്ന പ്രണയം. അതിരങ്ങളിൽ തനിക്ക് വേണ്ടി മാത്രം വിരിഞ്ഞ സ്മിതം. ആ കണ്ണുകളിൽ, ആ പുഞ്ചിരിയിൽ ഏറെ നേരം അവൾ കുടുങ്ങി നിന്നുപോയി. അനിരുദ്ധന് കുസൃതി തോന്നി. അവൻ അവളുടെ നേർക്ക് മുഖം താഴ്ത്തി. ചുണ്ടുകളിൽ കൊണ്ടുരുമി. സാലിമയുടെ കണ്ണുകൾ കൂമ്പയടഞ്ഞു. അതിരങ്ങൾ വിടർന്നു. അനിരുദ്ധൻ അവളുടെ കാതോരം ഒഴിഞ്ഞു. ഇന്നല്ല, വെള്ളിയാഴ്ച ഞാനൊരു ഉമ്മ വെക്കും, ഉറപ്പായും വെക്കും. സാലിമ മുഖമുയർത്തി അവൻ്റെ അതിരങ്ങളിൽ അമർത്തി മുത്തി. പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാറ്റുപോലെ ഓടിപ്പോയി. 1-2 നിമിഷം കഴിഞ്ഞാണ് അവൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. എടി, നിന്നെ ഞാൻ എടുത്തോളാം, അവൻ വിളിച്ചു പറഞ്ഞു. സാലിമ തിരിഞ്ഞു നോക്കിയില്ല. അവളുടെ ഹൃദയം പടപടാ മിടിച്ചു. എന്താണ് കാണിച്ചതെന്ന് ഓർത്തു നോക്കുമ്പോൾ അവൾക്ക് ലജ്ജയും ജാളിതയും ഒരുപോലെ അവളെ പൊതിഞ്ഞു. അതേ അളവിൽ പേരറിയാത്തൊരനുഭൂതി. പെട്ടെന്നൊരു തോന്നലിൽ പറ്റിപ്പോയി. മോശമായോ? എന്തു മോശം? എൻ്റെ അല്ലേ, എൻ്റെ മാത്രം. ചുണ്ടിലൂറി വന്നൊരു ചിരിയോടെ അവൾ വീട്ടിലേക്ക് നടന്നു. ഉമ്മ ഇങ്ങനെ കരയല്ലേ, പോട്ടെ, സാരയില്ല, അമീന മൈമുനയോട് പറഞ്ഞു. അവരെ വീട് വിലക്കി കളഞ്ഞില്ലേ, ഞാനിതെങ്ങനെ സഹിക്കും? എനിക്ക് കഴിയുന്നില്ല പഠിച്ചവനെ. മൈമുന മൂക്ക് വലിച്ചു. വിവാഹ നിശ്ചയം ക്ഷണിക്കാനെത്തിയ അബ്ദുൽ ഖാദറിനെയും മെഹ്റുബയും ഷറഫുദ്ദീൻ വീട്ടുപടിക്കൽ വെച്ച് തന്നെ തിരിച്ചയച്ചു കളഞ്ഞു. മേലാൽ ഈ പടി ചവിട്ടരുതെന്ന് പറയുകയും ചെയ്തു. മൈമുന തടയാൻ ചെന്നപ്പോൾ അവരെ അസഭ്യം പറഞ്ഞു. ഷറഫുദ്ദീൻ തങ്ങളോടുള്ള കലി മൈമുനയോട് തീർത്ത് കളയുമെന്ന് തോന്നിയപ്പോൾ ഇരുവരും തിരികെ പോയി. മൈമുന അന്നേരം തൊട്ട് തുടങ്ങിയ കരച്ചിലാണ്. അമീന തന്നാൽ കഴിയും വിധം സമാധാനിപ്പിക്കുന്നുണ്ട്. അവളെ ഞാൻ അനിയത്തിയെപ്പോലെയല്ല, മോളെപ്പോലെ വളർത്തിക്കൊണ്ട് വന്നതാ. എൻ്റെ മുന്നിൽ വെച്ച് അവരെ അപമാനിച്ച് അയച്ചു കളഞ്ഞില്ലേ, മൈമുന പദം പറഞ്ഞുകൊണ്ടിരുന്നു. അമീന ആദ്യമൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ ആ ശ്രമം അവൾ ഉപേക്ഷിച്ചു. രാത്രി ബഷി വിളിച്ചപ്പോൾ അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു. പോട്ടെ, സാരയില്ല, വാപ്പിച്ച് പഴയ ആളല്ലേ, പോരാത്തതിന് പള്ളിയിലെ പ്രസിഡൻറ്റും. ഉള്ളിൽ വേണമെന്ന് തോന്നിയാലും പുള്ളിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനല്ലേ പറ്റൂ. ഉള്ളിൽ വേണമെന്ന് തോന്നും. അങ്ങേർക്ക് ലോകത്ത് ആരോടും സ്നേഹമില്ല, താനെന്നൊരു ചിന്ത മാത്രം, അമീന ഈർഷ്യയോടെ പറഞ്ഞു. മീനു മതി, ബഷി ശാസിച്ചു. ബഷീക്കാ, ഓയ്, ഞാൻ പൊക്കോട്ടെ നിശ്ചയത്തിന്? പൊക്കോടി മുത്തേ, വാപ്പ ഇടഞ്ഞാലോ? ഇടഞ്ഞോട്ടെ, എനിക്കൊന്നുമില്ല, ബഷീക്ക സമ്മതിച്ചാൽ മതി. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. അമീനയ്ക്ക് സമാധാനമായി. അടുത്ത ദിവസം തന്നെ അവൾ അബ്ദുൽ ഖാദറിൻ്റെ വീട്ടിലെത്തി. അക്കാര്യം അവൾ മൈമുനയോടോ ഷറഫുദ്ദീനോടോ പറഞ്ഞതുമില്ല. ഞാൻ അൻവറിനെ വിളിച്ചായിരുന്നു കേട്ടോ, സാലിമ അമീനയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഒരു തണുപ്പം മട്ടായിരുന്നു. വരുമോയെന്ന് ചോദിച്ചപ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ്? ചെറുക്കൻ മിക്കവാറും ദിവസവും ലീവാ. ഉമ്മയുടെ ഫോണിലാണ് മെസ്സേജ് വരുന്നത്. ഉമ്മ അതൊന്നും നോക്കില്ലെന്നറിയാം. അവൻ വാപ്പാടെ അതേ ടൈപ്പാ. എന്തെങ്കിലും ആട്ടെ, സാലിമ അലക്ഷ്യമായി പറഞ്ഞു. ആദ്യം മുതൽ അവസാനം വരെ സകല കാര്യങ്ങൾക്ക് അമീന കൂടെ ഉണ്ടായിരുന്നു. നിശ്ചയത്തിനിടാൻ വാങ്ങിയ ലഹങ്ക തയ്ച്ചതും അതിന് ചേരുന്ന ആഭരണങ്ങൾ തിരഞ്ഞെടുത്തതും അവളാണ്. അബ്ദുൽ ഖാദറിൻ്റെ സഹോദരങ്ങളെ ക്ഷണിച്ചു. അവർ വരാമെന്ന് സമ്മതിച്ചു. ആ ഭാഗത്തു നിന്നും കടുത്ത സ്വീകാര്യതയോ മുറുമുറുപ്പോ ഉണ്ടായില്ല. നിങ്ങളുടെ കുടുംബക്കാര്യം, അതിൽ ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന നയം. നിശ്ചയത്തിന് തലേന്നതിന് അവരൊക്കെ എത്തി, സകല കാര്യങ്ങളിലും കൂടി. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ പരിഹാസമുണ്ടായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുകളുടെ രൂപത്തിൽ അവരത് മെഹർബയോടും അബ്ദുൽ ഖാദറിനോടും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇരുവരും അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കളഞ്ഞു. നൂറുദ്ദീൻ സാഹിബ് പക്ഷേ എല്ലാവർക്കും
ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഷറഫുദ്ദീനും അബ്ദുൽ ഖാദറും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വന്നതും എല്ലാവരിലും ഗൂഢമായൊരു സന്തോഷം നൽകിയിരുന്നു. നിശ്ചയത്തിന് തലേന്ന് വിഷ്ണുവും നന്ദയും എത്തിയിരുന്നു. സാലിമയ്ക്കും അനിരുദ്ധിനും ഒരുപോലെ സന്തോഷമായിരുന്നു അത്. തീരെ പ്രതീക്ഷിച്ചില്ലെങ്കിലും അൻവർ എത്തിയതും ഏവരിലും സന്തോഷമുളവാക്കി. അന്നേ ദിവസം അമീനയാണ് സാലിമയെ ഒരുക്കിയത്. ഇളം പിങ്ക് നിറത്തിലുള്ള ലഹങ്കയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. ഒരുങ്ങിയിറങ്ങിയ സാലിമയെ കണ്ട് അബ്ദുൽ ഖാദറിൻ്റെ സഹോദരി പറഞ്ഞു, എന്തൊരു സുന്ദരി കൊച്ചാ, നന്നായിട്ടായിരുന്നേൽ എത്ര നല്ല ആലോചന വന്നേനെ. കുടുംബത്തിനകത്ത് തന്നെ എത്രയെത്ര പയ്യന്മാരുണ്ടായിരുന്നു. ആ പറഞ്ഞത് സാലിമ കേട്ടില്ലെന്നടിച്ചു. പക്ഷെ ഉള്ളിൽ അവൾ മൊഴിഞ്ഞു, എൻ്റെ അനിയേട്ടനെ കാണുമ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മതി. കൃത്യസമയത്ത് തന്നെ അനിരുദ്ധിനും കുടുംബവും എത്തിച്ചേർന്നു. ബ്ലാക്ക് ഹോണ്ട സിറ്റിയിൽ നിന്നും ഇറങ്ങുന്ന അനിരുദ്ധിനെ കണ്ടതേ ബന്ധുജനങ്ങൾ അമ്പരന്നു. മുന്തിരി നിറത്തിലെ സിൽക്കിൻ്റെ ഷർട്ടും കസവും മുണ്ടും ധരിച്ചെത്തിയ അനിരുദ്ധൻ. നന്നേ വെളുത്ത നിറം, 6 അടി പൊക്കവും ദൃഢമായി ഉറച്ച ശരീരവും, നല്ല കട്ടിമീശ, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, നെറ്റിയിൽ ചന്ദനക്കുറി. അതാണ് അവന് തേജസ് നൽകുന്നത്. പയ്യനെ കൂട്ടരി അബ്ദുൽ ഖാദറും മറ്റു ബന്ധുക്കളും ചേർന്ന് സ്വീകരിച്ചു. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നതിനാൽ വീട്ടിൽ വെച്ചാണ് മോതിരം മാറൽ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അനിരുദ്ധിനും സാലിമയും തമ്മിലുള്ള മോതിരം മാറൽ നടന്നു. സാലിമയുടെ പേര് കുത്തിയ മോതിരം അവൾ അനിരുദ്ധിൻ്റെ വിരലിൽ അണിയിച്ചു. സാലിമയുടെ ബർത്ത് സ്റ്റോണായ വജ്രം പതിപ്പിച്ച മോതിരമാണ് അനിരുദ്ധിന് അവളുടെ വിരലിൽ അണിയിച്ചത്. മോതിരം മാറുമ്പോൾ ഇരുവരും പരസ്പരം നോക്കി. എന്തുകൊണ്ടോ സാലിമയ്ക്ക് കണ്ണ് നിറഞ്ഞുപോയി. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതി മറന്നു കളയാൻ ഭാവിച്ച സ്വപ്നം പൂവണിഞ്ഞ ഹർഷം കൊണ്ട്. അവളുടെ മനസ്സ് വായിച്ചെന്നോണം അനിരുദ്ധൻ അവളെ നോക്കി കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചു. മോതിരം മാറിയ ശേഷം അബ്ദുൽ ഖാദർ അൻവറിനെ കൊണ്ട് ടിസോട്ട് സീസ്റ്ററിൻ്റെ വാച്ച് അനിരുദ്ധൻ്റെ കയ്യിലിട്ട് കൊടുത്തു. പ്രതീക്ഷിച്ചതിനേക്കാൾ മംഗളകരമായി അനിരുദ്ധിനും സാലിമയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു. തുടരും.